Hi my dear children, നമ്മൾ ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വർക്ക് എനർജി പവർ എന്നുള്ളത് ആൻഡ് ദിസ് ഇസ് അവർ 4th ക്ലാസ് അബൌട്ട് ദിസ് ചാപ്റ്റർ. സോ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് ആദ്യം റീകോൾ ചെയ്തെടുക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടേം എന്താണ് വർക്ക് എന്നുള്ളതാണ് പഠിച്ചത് അല്ലേ. വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് പഠിച്ചു? അവിടെ ഒരു ഫോഴ്സും ഒരു ഡിസ്പ്ലേസ്മെന്റും വേണം. സോ വർക്കിനെ നമുക്ക് കാണാനായിട്ടുള്ള ഇക്വേഷൻ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സെക്കൻഡ്ലി വി ലേൺഡ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക്, ദാറ്റ് ഇസ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. എന്തായിരുന്നു പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്തെങ്കിൽ വി കോൾ ഇറ്റ് ആസ് പോസിറ്റീവ് വർക്ക്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദെൻ വി കോൾ ഇറ്റ് ആസ് നെഗറ്റീവ് വർക്ക്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായിട്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക എന്ന് പറയുന്നത്, അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒബ്ജക്റ്റിന് എതിരായിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ ഉയർത്തുമ്പോൾ ഇറ്റ് ഈസ് നെഗറ്റീവ് വർക്ക് ദെയർ. ആൻഡ് ഒരു മാങ്ങ താഴോട്ട് വീഴുക അല്ലെങ്കിൽ ഒരു ചോക്ക് താഴോട്ട് വീഴുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിറ്റീവ് വർക്ക്, കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. സോ നമ്മൾ പോസിറ്റീവ് വർക്കിന് നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ പറഞ്ഞു. സീറോ വർക്കിന് എന്താണ് എക്സാമ്പിൾ പറഞ്ഞത്? ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല എന്ന് കരുതുക. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് എന്തുമാത്രം ഫോഴ്സ് ആണെന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ വർക്ക് ചെയ്തു നമുക്ക് പറയാൻ കഴിയില്ല. സോ when we need to say we did some work, there should be a force and there should be a displacement according to that force. Okay, so അതിനാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ദ യൂണിറ്റ് ഇസ് ന്യൂട്ടൺ മീറ്റർ എന്ന്, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് കോമൺലി നമ്മൾ പറയുന്നത് ജൂൾ എന്നൊരു യൂണിറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ നമ്മൾ സെക്കൻഡ് ടേം, ചാപ്റ്ററിന്റെ സെക്കൻഡ് ടേം തന്നെ, ദാറ്റ് ഇസ് എനർജി എന്ന് പറഞ്ഞ ടേം പഠിച്ചു. ഇറ്റ് ഈസ് എബിലിറ്റി ടു ഡു വർക്ക്, എബിലിറ്റി ടു ഡു വർക്ക്, അതാണ് എനർജി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ജോലി ചെയ്യണമെങ്കിൽ, എന്തൊരു വർക്ക് ചെയ്യണമെങ്കിൽ വാട്ട് വി നീഡ് ഈസ് വി നീഡ് സം എനർജി. സോ ആ എനർജിയാണ്, ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി, ആ ഒരു ക്വാണ്ടിറ്റിയാണ് വി കോൾ ഇറ്റ് ആസ് എനർജി എന്ന് പറയുന്നത്. സോ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി എന്ത് ചെയ്യും? ഇറ്റ് ഡിക്രീസസ് ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോംസ് ടു അനദർ ഒബ്ജക്റ്റ്. ദെൻ വി ലേൺഡ് അബൌട്ട്, അതിന്റെ പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എനർജിയുടെ യൂണിറ്റും ജൂൾ തന്നെയാണ് പഠിച്ചു. Then we learned about different types of energy, heat energy, mechanical energy, light energy, അങ്ങനെ പല എനർജീസും അതിൻ്റെ ട്രാൻസ്ഫോർമേഷനും പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അവിടെ അതിൽ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത എന്തായിരുന്നു? മെക്കാനിക്കൽ എനർജി എന്താണെന്നാണ്. സോ മെക്കാനിക്കൽ എനർജി എങ്ങനെയാണ്? മെക്കാനിക്കൽ എനർജി can be classified into two types. The first one is kinetic energy and the second one is potential energy. ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യുമ്പോൾ ഗെയിൻ ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനുള്ള എനർജിയാണ് kinetic energy എന്ന് പറയുന്നത്. And it can be calculated as kinetic energy is equal to half mv square, where m is the mass of the moving object and v is the velocity. Now what is the unit of kinetic energy? It is as same as energy, that is joule. Then we learned about the second classification of kinetic energy, second classification of mechanical energy, that is potential energy. So potential energy of an object is gained due to its പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. സ്പ്രിങ്ങിന്റെ കാര്യം, അമ്പ് വിടുന്ന കാര്യം, അതുപോലെ തന്നെ നമ്മൾ കുറേ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. പൊട്ടൻഷ്യൽ എനർജി ക്യാരി ചെയ്യുന്ന ഒബ്ജക്റ്റിന് എക്സാമ്പിൾ. Then we learned about the equation to calculate the potential energy as mgh. നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന വർക്കാണ് ആ ഒബ്ജക്റ്റിലെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മൾ ചെയ്യുന്ന വർക്കാണ്. സോ വർക്ക് എത്രയാണെന്ന് ചോദിച്ചാലും കൈനറ്റിക് എനർജി തന്നെയാണെന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ ആ കൈനറ്റിക് എനർജി അതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും ഒരു വർക്ക് തന്നെയാണ്. ദാറ്റ് ഇസ് mgh എന്ന് നമ്മൾ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഡ്യൂസ് ചെയ്തെടുത്തു. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓൾസോ ജൂൾ. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് മൂലമാണ്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും, ദാറ്റ് ഇസ് ഗ്രൗണ്ട് ലെവലും തമ്മിലുള്ള ഹൈറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ആ ഹൈറ്റ് വന്ന പാത്തിനെ നമ്മൾ ഫോളോ ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നുള്ളത്. അതിന് നമ്മൾ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. അങ്ങനെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയിൽ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു ഹൈറ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് താഴോട്ട് വീഴുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി പൊട്ടൻഷ്യൽ എനർജി 0 ആകും, കൈനറ്റിക് എനർജി മാക്സിമം ആകും. ആൻഡ്
ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി എവറി മൊമെന്റ്, ഓരോ മൊമെന്റിലും ആ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ സം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ ടേമാണ് വർക്ക് എനർജി ആൻഡ് ദ ലാസ്റ്റ് ടേം ഇൻ ദിസ് ചാപ്റ്റർ പവർ. നമ്മൾ ആദ്യം വർക്ക് പഠിച്ചു, എനർജി പഠിച്ചു, നൗ ദ ലാസ്റ്റ് ടേം ഇസ് പവർ. സോ എന്താണ് പവർ എന്നുള്ളത് നമ്മൾ എന്താണ് എവരിഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പവർ എന്ന് പറയുന്നത്. എന്താണ് പവർ? നമ്മൾ പറയുകയാണ് ഒരു ഫോർ എക്സാമ്പിൾ, അത് പവർ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ കാണുമല്ലോ അല്ലേ. ഇപ്പം വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ നമുക്കറിയാം വെള്ളം എത്ര മിനിറ്റ് കൊണ്ട് മുകളിലേക്ക് അടിക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ഇപ്പം നമുക്ക് അതെല്ലാം എങ്കിലും നിങ്ങളുടെ എല്ലാം വീട്ടിൽ ഓരോ എക്യുപ്മെന്റ്സ്, ഇപ്പം മിക്സി ആണെങ്കിലും ഇപ്പം ബൾബാണെങ്കിലും എന്ത് തന്നെ എടുത്താലും അതിൻ്റെയൊക്കെ കവറിൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇപ്പം മിക്സിയുടെയൊക്കെ പുറത്ത് തന്നെ കാണും എന്തെങ്കിലും ഒരു സംഖ്യ എഴുതിയിട്ട് വാട്ട് W എന്നിട്ടിരിക്കുന്നതാണ്. ഓക്കെ, അത് അതിൻ്റെ പവറാണ് കാണിക്കുന്നത്. ബൾബ് എടുത്താൽ തന്നെയാണെങ്കിലും അത് ഒരു സംഖ്യ, ഒരു 10, 20, 25 അല്ലെങ്കിൽ 50, 60 എന്നൊക്കെ എഴുതിയിട്ട് ഒരു W എന്നൊരു സിമ്പിൾ കാണും. അത് ആ ബൾബിന്റെ പവറിനെയാണ് കാണിക്കുന്നത്. സോ എന്താണ് പവർ എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അല്ലേ. സോ വാട്ട് ഈസ് പവർ? അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. നമ്മൾ വീട്ടിലോട്ട് നമ്മുടെ വീടുകളിലൊക്കെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ കാണും അല്ലേ. ആ മോട്ടറിൽ നമുക്ക് സപ്പോസ് A, B 2 മോട്ടർ ഉണ്ടെന്ന് കരുതുക. A എന്ന് പറഞ്ഞ ഒരു മോട്ടറുണ്ട്, B എന്ന് പറയുന്ന മോട്ടറുണ്ട്. എന്നിട്ട് 2 ടാങ്ക്, ഒരു 500 ലിറ്ററിന്റെ 2 ടാങ്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, 2 ടാങ്ക് ഉണ്ട്, എയും ബി എന്ന് പറഞ്ഞ 2 മോട്ടർ ഉണ്ട്. സോ ഫസ്റ്റ് ടാങ്ക് നിറയ്ക്കാനാണ് A എന്ന് പറയുന്ന മോട്ടർ, സെക്കൻഡ് ടാങ്ക് നിറയ്ക്കാൻ B എന്ന് പറയുന്ന മോട്ടർ. ഞാൻ 2 മോട്ടറും ഒരേ ടൈമിൽ ഓൺ ആക്കി എഴുതുക. ഒരേ ടൈമിൽ ഓൺ ആക്കി. അപ്പം ടാങ്ക് നിറയുമ്പോഴാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് ഓഫ് ആക്കുന്നത്. സോ ആദ്യത്തെ മോട്ടർ 5 മിനിറ്റ് കൊണ്ട് 500 ലിറ്റർ ടാങ്കിൽ നിറച്ചു എന്ന് കരുതുക. സെക്കൻഡ് മോട്ടർ ഒരു 8 മിനിറ്റ് കൊണ്ടാണ് നിറച്ചതെന്ന് കരുതുക. ഓക്കെ, ആദ്യത്തെ ടാങ്കിൽ നിറച്ചത് 5 മിനിറ്റ് കൊണ്ടാണ്. A എന്ന മോട്ടറാണ് അവിടെ വർക്ക് ചെയ്തത്. സെക്കൻഡ് ടാങ്ക് നിറഞ്ഞത് 8 മിനിറ്റ് കൊണ്ടാണ്. B എന്ന മോട്ടർ കൊണ്ടാണ് വർക്ക് ചെയ്തത്. സോ ഇങ്ങനെ പറയുമ്പോൾ എക്കാണോ ബിക്കാണോ പവർ കൂടുതൽ എന്ന് നിങ്ങൾ പറയുന്നത് ഏതായിരിക്കും? സിംപ്ലി നമുക്ക് പറയാം പവർ കൂടുതൽ ഏതിനായിരിക്കും? എക്കാണെന്ന് പറയും. വൈ? കാരണം താഴെ കിടക്കുന്ന വെള്ളത്തിനെ മുകളിലോട്ട് അടിച്ചു കയറണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡു സം വർക്ക് അല്ലേ. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരിടത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ വി ഹാവ് ടു ഡു സം വർക്ക്. സോ ഇവിടെ A ചെയ്ത വർക്ക് എന്ന് പറയുന്നത് B ചെയ്ത വർക്കും തുല്യ വർക്കാണ് അല്ലേ. A എന്ന് പറയുന്നത് 500 ലിറ്റർ ടാങ്കാണ് വെള്ളം അടിച്ചു കയറ്റിയത്, B 500 ലിറ്റർ ടാങ്കിലാണ് വെള്ളം അടിച്ചത്. ബട്ട് ദ ടൈം ടേക്കൺ ഈസ് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ് ഹിയർ. ഓക്കെ, സോ A എന്ന് പറയുന്ന മോട്ടറും B എന്ന് പറയുന്ന മോട്ടറും ചെയ്ത വർക്ക് തുല്യമാണ്. അതായത് 500 ലിറ്റർ ടാങ്കിലോട്ട് വെള്ളമടിച്ച് നിറച്ചു വെച്ചു. പക്ഷേ A എന്ന് പറയുന്നത് 5 മിനിറ്റും B എന്ന് പറയുന്നത് 8 മിനിറ്റുമാണ്. അതായത് ഒരേ ജോലി ചെയ്യാൻ 2 പേരെടുത്തത് 2 ടൈമാണ്. സോ നമ്മളപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആരെയായിരിക്കും? സിംപ്ലി കൂടുതൽ ജോലി കുറഞ്ഞ സമയത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരേ ജോലി ഒരാൾ പെട്ടെന്ന് ചെയ്യും ഒരാൾ പതുക്കെ ചെയ്യെങ്കിൽ നമ്മൾ ആരെയായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ആ ജോലി പെട്ടെന്ന് ചെയ്യുന്ന ആളെ ആയിരിക്കും. അപ്പം അങ്ങനെ വർക്ക് കുറഞ്ഞ ടൈമിൽ അല്ലെങ്കിൽ ആ വർക്ക് കുറഞ്ഞ സമയത്ത് ചെയ്തപ്പം നമ്മൾ ആ മോട്ടറിന് എന്തുണ്ടെന്ന് പറയും? പവർ കൂടുതലാണെന്ന് പറയും. സെക്കൻഡ് മോട്ടർ Bക്ക് എന്താണെന്ന് പറയും? പവർ കുറവാണെന്ന് പറയും. സോ പവർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നതാണ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്ക് ചെയ്യുകയല്ല, റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. അതായത് സമയത്തിനനുസൃതമായി വർക്ക് ചെയ്യുന്നു. സമയം കുറച്ചാണ് എടുത്ത് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് പവർ കൂടുതലായിരിക്കും. സമയം കൂടുതലെടുത്താണ് അതേ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് പവർ കുറവാണെന്ന് പറയും. സോ നമ്മൾ ഫസ്റ്റ് എക്ക് പവർ കൂടുതലാണെന്നും ബിക്ക് പവർ കുറവാണെന്ന് പറയും. കാരണം ഒരു വർക്ക് ചെയ്യാൻ ബി എടുത്ത സമയം 8 മിനിറ്റ് ആണെങ്കിൽ എ എടുത്ത സമയം എത്ര മിനിറ്റേ ഉള്ളൂ? 5 മിനിറ്റേ ഉള്ളൂ. സോ പവർ അവിടെ ആയിരിക്കും കൂടുതൽ? എക്കായിരിക്കും കൂടുതൽ. സോ വർക്ക് ഈസ് ദി റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. സോറി, പവർ ഈസ് ദി റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ എന്ന് പറയുന്നത്. എന്താണ് പവർ എന്നുള്ള ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു ജോലി തന്നെ 2 ടൈമിൽ തീർത്ത കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് കേസിൽ കുറഞ്ഞ ടൈമിൽ തീർത്തു, അതേ ജോലി തന്നെ സെക്കൻഡ് ആള് കൂടുതൽ ടൈം എടുത്ത് ചെയ്തു. സോ പവർ കൂടുതൽ കുറഞ്ഞ ടൈമിൽ ചെയ്ത ആൾക്കായിരിക്കും. ഓക്കെ, നമുക്ക് ഊഹിക്കാം. ഞാനും നിങ്ങളും ഒരു നോട്ട് എഴുതാൻ തുടങ്ങി.
ഞാൻ നോട്ട് എഴുതി തീർക്കുന്നത് 10 മിനിറ്റ് കൊണ്ടാണ്, നിങ്ങൾ നോട്ട് എഴുതി തീർത്തത് 5 മിനിറ്റ് കൊണ്ടാണ്. നമ്മൾ തമ്മിൽ ആർക്കായിരിക്കും പവർ കൂടുതൽ? യു ഹാവ് പവർ, ബിക്കോസ് ഞാൻ അതിന് കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്, നിങ്ങളെടുത്ത ടൈം കുറവാണ്. സോ നിങ്ങൾക്ക് പവർ കൂടുതലാണെന്ന് പറയും. ഓക്കെ, സോ ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ പവർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്, നമുക്കറിയാം റേറ്റ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. സോ പവർ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ടൈം കുറയുക എന്ന് പറയുമ്പോൾ പവർ എന്ത് ചെയ്യുകയാണ്? നമുക്കറിയാം ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പവറും ടൈമും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു വർക്ക് 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പവറിന്റെ സംഖ്യ ആയിരിക്കത്തില്ല ഒരു വർക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്താൽ. കാരണം ഇവിടെ ഡിനോമിനേറ്റർ കൂടിയാൽ ഇവിടെ എന്ത് ചെയ്യും? സംഖ്യ കുറയും. കാരണം ബിക്കോസ് ദിസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, റൈറ്റ്? സോ ടൈം കൂടുമ്പോൾ പവർ കുറയും, ടൈം കുറയുമ്പം പവർ കൂടും. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുമ്പോഴാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. സോ പവർ കൂടുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വർക്ക് കുറഞ്ഞ ടൈമിൽ ചെയ്താൽ പവർ കൂടുതലാണെന്ന് പറയും, അതേ വർക്ക് കൂടുതൽ ടൈം എടുത്ത് ചെയ്താൽ പവർ കുറവാണെന്ന് പറയും. സോ നിങ്ങൾ പവർ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഫാൻ, ബൾബ്, എന്താണ് ട്യൂബ് ലൈറ്റ്, മിക്സി, ഗ്രൈൻഡർ, എന്തൊക്കെ വീട്ടിൽ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ആ ഒരു കവറിങ്ങിൽ കാണാൻ സാധിക്കും. എന്ത് ഒരു സംഖ്യ എഴുതി W എന്ന് എഴുതിയിട്ടിരിക്കുന്നത്. ഒരു 1000 സംതിങ് ഒക്കെ ആണെന്ന് തോന്നുന്നു മിക്സിക്കൊക്കെ, 1600 ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങളത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഒത്തിരി എക്യുപ്മെന്റ്സ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. ബൾബൊക്കെ ഇഷ്ടം പോലെ കാണും അല്ലേ? ബൾബ് കാണും, ഫാൻ കാണും, ട്യൂബ് ലൈറ്റ് കാണും, അയൺ ബോക്സ് കാണും. പിന്നെ ഇപ്പം ചിലരുടെയെങ്കിലും വീട്ടിൽ ഈ നമ്മുടെ കറണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കുക്കിംഗ് ഇതുണ്ടായിരിക്കും. അതുപോലെ തന്നെ മിക്സി മിക്കവാറുടെ വീട്ടിൽ കാണും, ഗ്രൈൻഡർ കാണും. അപ്പം അതിൻ്റെയൊക്കെ പവർ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ W കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ W എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ദാറ്റ് ഇസ് ദി യൂണിറ്റ് ഓഫ് പവർ. അതായത് ഇവിടെ നമുക്കറിയാം വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ജൂൾ. നമ്മൾ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞെങ്കിലും യൂഷ്വലി നമ്മൾ ഈ ഡിനോട്ട് ചെയ്യുന്നത് ജൂൾ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ജൂൾ ടൈമിന്റെ യൂണിറ്റ് നോർമലി നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് ആണ്. സോ ജൂൾ പെർ സെക്കൻഡ് ആണ് പവറിന്റെ യൂണിറ്റ്. അതിനെ നമ്മൾ ഒന്നുകൂടെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന വേറൊരു യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. WATT ആണ് വാട്ട്, WHAT അല്ല. WATT ആണ് വാട്ട്. ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ആ പവറിന് ആ ഒരു യൂണിറ്റ് വന്നതെന്ന് ഓർത്തിരിക്കുക. സോ ആ വാട്ട് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിന്റെ ബാക്കിയുള്ളതാണ്. ഓക്കെ, സോ പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ്, അതല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്നതാണ് വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാട്ടിന്റെ W ആണ് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്ത് നോക്കാമെങ്കിൽ ഈ ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലും എന്തെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും W എന്നിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഇസ് വാട്ട്. നൗ ഇനി 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്കറിയാം വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു കാര്യമില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാം ആണെന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണ് 1 കിലോ വാട്ട് എത്രയായിരിക്കും? 1000 വാട്ട് ആയിരിക്കും. സോ 1 കിലോ വാട്ട് ഈസ് ഈക്വൽ ടു 1000 വാട്ട്. അതല്ല എങ്കിൽ 1000 വാട്ടിന് വരെ നമുക്ക് ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാമല്ലോ. സോ 1000 ജൂൾ പെർ സെക്കൻഡ്. സോ 1 കിലോ വാട്ടിനെ ഞാൻ സിംപ്ലി എഴുതിയത് 1 kW. ഈ W ഒക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം. ചെറിയ ലെറ്റർ എഴുതരുത്, മാക്സിമം ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. സോ 1 കിലോ വാട്ട് ഈസ് ഈക്വൽ ടു 1000 വാട്ട് അല്ലെങ്കിൽ 1000 ജൂൾ പെർ സെക്കൻഡ്. ഈ ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം, വാട്ട് എന്ന് എഴുതാം. സോ നോർമലി നമ്മൾ വാട്ട് എന്നാണ് ഇവിടെ ഒരു കൺവേർഷൻ പറഞ്ഞതുകൊണ്ട് ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ 1 കിലോ വാട്ട് ഈസ് ഈക്വൽ ടു 1000 ജൂൾ പെർ സെക്കൻഡ് ഓർ 1000 വാട്ട് ആണ്. ഇത് കാണാൻ പഠിക്കുകയൊന്നും വേണ്ട. 1 ഗ്രാം 1000 ഗ്രാമാണ് 1 കിലോഗ്രാം എന്നറിയാലോ, അതൊന്നും ഓർത്തിരുന്നാൽ മതി. അപ്പം 1000 വാട്ടാണ് 1 കിലോ വാട്ട് എന്ന് ഓർക്കുക. വാട്ടിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ജൂൾ പെർ സെക്കൻഡ്. അതായത് പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ജൂൾ പെർ സെക്കൻഡ്. സോ 1 കിലോ വാട്ട് ഈസ് ഈക്വൽ ടു 1000 ജൂൾ പെർ സെക്കൻഡ് ഓർ 1000 വാട്ട് എന്ന് പറയുന്നത്. സോ പവറിന് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, സോ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പം പറഞ്ഞു പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും ഇപ്പം ഇലക്ട്രോണിക് എക്യുപ്മെന്റിന്റെ കാര്യമല്ല, അല്ലാതെ നമ്മൾ നോർമലി ഒരു വസ്തു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ
നമ്മൾ ഒരേ ജോലി ഇപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നല്ല സ്പീഡായിരിക്കും, പിന്നീട് എന്ത് ചെയ്യും, സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു പോകും, കാരണം നമ്മുടെ എനർജി കുറയുകയാണ് അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരേ നമ്മളിപ്പോൾ പറയത്തില്ല തുല്യ ജോലി തുല്യ അളവിലല്ല ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് കുറച്ച് സ്പീഡിലായിരിക്കും, പിന്നെ ഇച്ചിരി കുറയും, പിന്നെ ഇച്ചിരി പിന്നെയും കുറയും, അതായത് ടൈം അപ്പോൾ കൂടുതൽ എടുക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ നോർമലി പവർ പറയുമ്പം ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ എനർജി ബൈ ടോട്ടൽ ടൈമാണ് എടുക്കുന്നത്. അതായത് ആവറേജ് ആണ് എടുക്കുന്നതെന്ന് സിംപിളി പറയാൻ പറ്റും. അതിനെപ്പറ്റി നിങ്ങൾ ഓർത്ത് ബോധം ചെയ്യണം, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇച്ചിരി മനസ്സിലാവും. സോ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഇസ് watt or joule per second. 1 kilowatt is equal to 1000 watt or 1000 joule per second. ഓക്കെ, ഇത് നമ്മൾ അടുത്ത പഠിക്കുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലെ തന്നെ ലാസ്റ്റ് ടോപ്പിക്കാണ് കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് എനർജി. കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കറണ്ട് ചാർജ് വരുന്നുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അമ്മമാരിടയ്ക്ക് പറയും ബൾബ് ഓഫ് ചെയ്യുക, ഫാൻ ഓഫ് ചെയ്യുക, ആവശ്യമില്ലാത്ത TV വർക്ക് ചെയ്യുന്ന ഓഫ് ചെയ്യുക, ഇങ്ങനെ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കാതെ ആവശ്യമില്ലാതെ, കാരണം യൂണിറ്റ് കൂടുതലാണ്, കറണ്ട് ചാർജ് വരുന്നത് കൂടുതലാണ്. അപ്പം ഈ കറണ്ട് ചാർജ് വരുന്നതിനകത്ത് നോക്കിയാൽ കാണാം നമ്മൾ എത്ര യൂണിറ്റ് യൂസ് ചെയ്തു എന്ന് അവിടെ കാണിക്കുന്നത്. അപ്പം എന്താണ് ആ യൂണിറ്റ് എന്നറിയാവോ? നമുക്ക് കറണ്ട് ചാർജ് ഒക്കെ വരുമ്പോൾ ഇനി വരുന്നു, കണ്ടിട്ടില്ലാത്തവർ ഇനി വരുമ്പോൾ നോക്കിയാൽ മതി, ഇത്ര യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തു എന്ന് അവർ പറയും. അല്ലെങ്കിൽ നമ്മുടെ ആ മീറ്ററെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇത്ര യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തു. അല്ലെ മീറ്ററിലും കാണും കിലോ വാട്ട് അവർ എന്നൊരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ KWH എന്ന് എഴുതിയിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ജൂളിൻ്റെ എനർജിയുടെ യൂണിറ്റ് ജൂളാണെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ ചെറിയ യൂണിറ്റാണ്. അതായത് നമ്മളിപ്പോൾ ഈ ടൈമിന് സെക്കൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ യൂണിറ്റാണ് എനർജിക്ക് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഈ കറണ്ടിൻ്റെ ഒക്കെ കാര്യം നമുക്ക് സെക്കൻഡ് വെച്ചെല്ലാം പറയാൻ പറ്റുമോ? ഇല്ല, നമ്മളപ്പോൾ അത് അവറായിട്ട് പറയുന്നതാണ് മോർ കംഫർട്ടബിൾ, അതാണ് നമുക്ക് കൂടുതൽ സൗകര്യം അല്ലേ. സോ നമ്മൾ അതിനെ ഇച്ചിരി കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ഒരു യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് കിലോ വാട്ട് അവർ. സോ എനർജിയുടെ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ് ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ കൊമേഴ്സ്യൽ യൂസിന് എടുക്കുന്ന യൂണിറ്റാണ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ എവിടുന്നാ വന്നതെന്ന് ചോദിച്ചാൽ പറയാം, ഈ വർക്ക് എന്ന് പറയുന്ന എനർജിയാണ് നമുക്കറിയാം അല്ലേ. നമ്മൾ ചെയ്യുന്ന വർക്കാണ് എനർജി, അല്ലെങ്കിൽ നമ്മുടെ എനർജിയാണ് വർക്കായിട്ട് മാറുന്നത്. സോ വർക്കും എനർജി ഏകദേശം ഒരുപോലെ. ഓക്കെ, സോ ഇവിടെ എനർജി എന്ന് എഴുതാമെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം എന്ന് എനിക്ക് എഴുതാമല്ലോ. വർക്ക് തന്നെയാണ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എനർജി ബൈ ടൈം എന്ന് എഴുതാം. സോ എനർജി കാണാൻ എന്ത് ചെയ്യണം? പവർ ഇൻറ്റു ടൈം ചെയ്താൽ പോരെ. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. ഇച്ചിരി വലിയ യൂണിറ്റ് നമ്മൾ പറഞ്ഞു കിലോ വാട്ട് ആണെന്ന് പറഞ്ഞു. കിലോ വാട്ട് എടുക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പകരം എന്തെടുക്കണം? വലിയ യൂണിറ്റ് അവിടെ എടുക്കണം. ഇറ്റ് ഈസ് അവർ. സോ കിലോ വാട്ട് ഇൻറ്റു അവർ വരും എനർജിയുടെ യൂണിറ്റ്. സോ എനർജിയുടെ വലിയ യൂണിറ്റിനെയാണ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ യൂണിറ്റ് എന്ന് പറയുന്നതാണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. സോ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 കിലോ വാട്ട് ഇൻറ്റു 1 അവർ ആയിരിക്കും. ഓക്കെ, 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. ഈ കിലോ വാട്ട് എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം അവർ വന്നതാണ് കിലോ വാട്ട് അവർ എന്ന് വന്നിരിക്കുന്നത്. സോ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് ഇൻറ്റു 1 അവർ ആണ്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാന്ന് നമ്മൾ പറഞ്ഞു? 1000 വാട്ടാണ് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് 1000 ഇൻറ്റു 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? അവറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ സെക്കൻഡ് ആക്കാൻ വീണ്ടും ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 60 ഇൻറ്റു 60 വരും. സോ 60 ഇൻറ്റു 60 6 36. സോ 3600 സെക്കൻഡ് വരും. സോ 1000 ഇൻറ്റു 3600 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6 ഇൻറ്റു 10⁻⁶ ആണ് എഴുതിയിരിക്കുന്നത്. കൺഫ്യൂഷൻ വരരുത്. 36 കഴിഞ്ഞാൽ എത്ര പൂജ്യം വരണം? 1 2 3 4 5 വരണം. സോ 36 ഇൻറ്റു 10⁵ എന്ന് എഴുതാം. അതല്ല എങ്കിൽ 36നോട് ഞാൻ ഒരു പോയിന്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ 10⁵ അവിടെ ഒരു 10 ഇട്ട് കൊടുക്കണം, എങ്കിലല്ലേ കറക്റ്റ് ആവത്തുള്ളൂ. അത്രയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 3.6 ഇൻറ്റു 10⁻⁶ എന്താണ്? ജൂളാണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണ്. ഇതാണ് നമ്മൾ 1 കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എന്താണ് നമ്മളുടെ കറണ്ട് ചാർജ് അല്ലെങ്കിൽ ബില്ലിലൊക്കെ വരുന്ന 1 യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഈ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി എനർജിയുടെ ഒരു ഹൈ യൂണിറ്റ് ആണ് 1 കിലോ വാട്ട് അവർ. സോ ഈ 1 കിലോ വാട്ട് അവർ നമ്മൾ ഈ 1 യൂണിറ്റ് എന്നുള്ളത് പറയുന്നത്. ആ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ. സോ 1 കിലോ വാട്ട് അവറിനെയാണ് നമ്മൾ 1 യൂണിറ്റ്, ഇറ്റ് ഈസ് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ഇന്ന് നമ്മൾ പഠിച്ച 2 കാര്യമേ ഉള്ളൂ, സിമ്പിളാണ്.
എന്താണ് പവർ എന്ന് പഠിച്ചു. ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ദാറ്റ് ഈസ് വർക്ക് ബൈ ടൈം, ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ജൂൾ പെർ സെക്കൻഡ് ഓർ വാട്ട്. ദെൻ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്താണെന്ന് പഠിച്ചു. 1 kilowatt hour ആണ് കൊമേഴ്സ്യൽ യൂണിറ്റ്. അതിനെ നമ്മളൊന്ന് വലുതാക്കി എഴുതിയതാണ് 1 kilowatt into 1 hour, ദാറ്റ് ഈസ് 3.6 into 10⁶ ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണെന്ന് പഠിച്ചത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലം ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് മോർ ഐഡിയാസ് ഓർ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പവർ. ഓക്കെ, സോ ദ പ്രോബ്ലം ഈസ് an exercise worked out problem, exercise question in your textbook. It is in the page number 156 and it is based on the power. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. So the question is, a boy of mass 50 kilogram runs up a staircase of 45 steps in 9 seconds. If the height of each step is 15 centimeter, find his power. Question ഒന്നുകൂടെ വായിക്കാം. A boy of mass 50 kilogram runs up a staircase of 45 steps in 9 seconds. If the height of each step is 15 centimeter, find his power. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ കണ്ടുപിടിക്കണേ എന്ത് വേണം? വർക്ക് ബൈ ടൈം വേണം. വർക്ക് വേണേ എന്ത് വേണം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഇത്രയും അറിയാമെങ്കിൽ പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പം ഇവിടെ ഹൈറ്റിലോട്ട് കയറുമ്പം ഇവിടെ വരുന്ന വർക്ക് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് mgh ആണ് എന്ന് ഓർത്താൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വർക്ക് ബൈ ടൈം ആണ്. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് കുട്ടി മുകളിലേക്ക് സ്റ്റെയർ കയറുകയാണ് പറഞ്ഞത്. അപ്പം ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്കല്ല പോകുന്നത്. സോ അവിടെ എന്ത് വേണം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഴുതുക. അത്രയൊന്നും ചിന്തിക്കേണ്ട. പൊട്ടൻഷ്യൽ എനർജി ആണ് അവിടെ വരുന്നതെന്ന് ഓർത്താൽ മതി. സോ പൊട്ടൻഷ്യൽ എനർജി mgh ബൈ ടൈം ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഹൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഹൈറ്റ് ഡയറക്റ്റ് അല്ല നമുക്ക് തന്നിരിക്കുന്നത്. സ്റ്റെയർ കേസ് ആണ് കുട്ടി കയറുന്നത്. ആ സ്റ്റെയർ കേസിന്റെ ഓരോ സ്റ്റെപ്പിന്റെയും വീതിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ ആണ് ഓരോ സ്റ്റെപ്പിനും. അങ്ങനെ എത്ര സ്റ്റെപ്പ് കയറി എന്നാ പറഞ്ഞേ? 45 സ്റ്റെപ്പ് കയറി എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്ത് ചെയ്താൽ മതി? ആ 15 ഗുണം 45 ചെയ്താൽ നമുക്ക് ടോട്ടൽ ഹൈറ്റ് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇങ്ങനെ സ്റ്റെപ്പുകളായിട്ടാണ് കിടക്കുന്നത്. ഈ ഓരോ സ്റ്റെപ്പും നമ്മൾ എത്ര സെന്റിമീറ്റർ ആണ്? 15 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ എത്ര സെന്റിമീറ്റർ, എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 45 സ്റ്റെപ്പ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഈ 15 സ്റ്റെപ്പിൽ ഒരെണ്ണം 15 ആണെങ്കിൽ അങ്ങനെ 45 എണ്ണത്തിനെ കാണാൻ എന്ത് ചെയ്താൽ മതി? 15 ഗുണം 45 ചെയ്താൽ മതി. കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം. ഇത്രയും ഒരു ഐഡിയ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ചെയ്യാം. സോ നമുക്ക് തന്നിരിക്കുന്ന ആദ്യം എടുത്തെഴുതുക. മാസ് ഈസ് ഈക്വൽ ടു 50 കിലോഗ്രാം. ജി എന്ന് പറയുന്ന അവിടെ 9.10 എടുത്താൽ മതി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 10 meter per second square എന്നുള്ളത് എടുത്താൽ മതി തന്നിട്ടുണ്ട്. സോ ജി എന്ന് പറയുന്നത് 10 meter per second square. ടൈം 9 സെക്കൻഡ് ആണ്. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കാൻ 45 ഇൻറ്റു ഡയറക്റ്റ് 15 ചെയ്യാൻ പാടില്ല. ബിക്കോസ് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇറ്റ് ഈസ് 15 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം അവിടെ യൂണിറ്റ് എടുക്കേണ്ടത് എത്രയാണ്? ടൈമിന് സെക്കൻഡ് എടുക്കുമ്പോൾ ഹൈറ്റിന് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമ്മൾ എത്ര എടുത്തോണ്ടിരുന്നത്? ഇറ്റ് ഈസ് മീറ്റർ, റൈറ്റ്? സോ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യേണ്ടത്? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഇതായിരിക്കും? മീറ്റർ ആയിരിക്കും. സോ 15/100 ചെയ്താൽ മതി. ഓക്കെ, സോ 15നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 2 സ്ഥാനം മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതി, റൈറ്റ്? 2 0 അല്ലേ? സോ 2 സ്ഥാനം മാറ്റി. അപ്പൊ ഹൈറ്റ് കാണാൻ എന്ത് ചെയ്യണം? 45 ഗുണം 15 ആണ് ചെയ്യേണ്ടത്. 15 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഞാൻ ഇതിനെ മീറ്റർ ആക്കാൻ ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് 0.15 എന്ന് പറഞ്ഞത്. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 45 ഇൻറ്റു 0.15, ദാറ്റ് ഇസ് 6.75 മീറ്റർ എന്ന് കിട്ടി. ഇനി സിമ്പിൾ ആണ്. പവർ ഈസ് ഈക്വൽ ടു ടൈം 9 സെക്കൻഡ് ഉണ്ട്. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ് mgh. മാസ് 50 ഇൻറ്റു 10 ഇൻറ്റു 6.75/9 ടൈം. ഇത് എസ് അല്ല കേട്ടോ, ടൈം ആണ്. ഓക്കെ, സോ ബൈ 9. ഇത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പം 375 വാട്ട് എന്ന് കിട്ടും. ആ വാട്ടിനാണ് W എന്ന് കിട്ടുന്നത്. ഓക്കെ, പവറിന്റെ യൂണിറ്റ് മറന്നു പോകരുത്. ഇറ്റ് ഇസ് വാട്ട്. സോ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഓർക്കേണ്ട ഒരു കാര്യമുള്ളൂ. സ്റ്റെപ്പിന് 45 എന്ന് തന്നിരിക്കുന്ന സ്റ്റെപ്പിന്റെ എണ്ണമാണ്. 15 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത് ഒരു സ്റ്റെപ്പിന്റെ വീതിയാണ്. അതുപോലെ തന്നെ അത് സെന്റിമീറ്ററിലായത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത്രയും ഇവിടെ ഓർക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, an electric bulb of 60 watt is used for 6 hours per day. ഇത് 11.9 ആണ് ക്വസ്റ്റ്യന്. 11.9. അതേ പേജ് നമ്പർ 156 തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്.
An electric bulb of 60 watt is used for 6 hours per day. Calculate the unit of energy consumed in 1 day by the bulb. ഒരു 60 വാട്ടുള്ള ബൾബ് 6 മണിക്കൂർ, ഒരു ദിവസം 6 മണിക്കൂർ യൂസ് ചെയ്തു. അതിൻ്റെ എത്ര യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്തെന്ന് നമുക്ക് കാണാൻ കഴിയും. സോ അവിടെ യൂണിറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു യൂണിറ്റ് എനർജി എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, 1 കിലോവാട്ട് അവർ ആണ് എന്ന് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിസിറ്റി ബില്ലിലൊക്കെ വരുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോവാട്ട് അവർ ആണ്. നമ്മൾ കൊമേഴ്സ്യൽ യൂണിറ്റ് പറഞ്ഞതാണ്, റൈറ്റ്? സോ 1 കിലോവാട്ട് അവർ ആണ്. സോ 1 കിലോവാട്ട് ഇൻറ്റു അവർ ചെയ്താലാണ് നമുക്ക് ഒരു യൂണിറ്റ് കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ്, പവറും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. സോ പവർ ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് എനർജി കിട്ടുവേ. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ബൈ ടൈം നമുക്ക് എനർജി ബൈ ടൈം എന്ന് എഴുതാം. സോ എനർജി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ആണ്. ഓക്കെ, സോ പവർ ഈസ് ഈക്വൽ ടു 60 വാട്ട് തന്നിട്ടുണ്ട്. നമുക്ക് കിലോ വാട്ട് അവറിലാണ് വേണ്ടത്. സോ നമ്മൾ അതിനെ കിലോ വാട്ട് ആക്കാൻ എന്ത് ചെയ്യണം, കുറച്ചു മുമ്പേ പറഞ്ഞ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ വാട്ടിനെ കിലോ വാട്ട് ആക്കാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് 1000. സോ ആ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 0.060 കിലോ വാട്ട് എന്ന് കിട്ടിയത്. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യണം, ടൈമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ടൈം നമുക്ക് സിമ്പിൾ അവറിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പകരം സെക്കൻഡിലോ മിനിറ്റിലോ വല്ല ആണെങ്കിൽ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു അവർ. ഓക്കെ, സോ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. 0.060 ഇൻറ്റു 6 ചെയ്യുമ്പം 0.36 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. അതായത് 0.36 യൂണിറ്റ് യൂസ് ചെയ്യും എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, സോ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, യൂണിറ്റിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിലോ വാട്ട് അവറിൽ ചെയ്യണമെന്നേ ഉള്ളൂ. അതായത് വാട്ടിലാണ് തന്നിരിക്കുന്നെങ്കിൽ കിലോ വാട്ട് അവറിലാക്കണം, അല്ലെങ്കിൽ കിലോ വാട്ടിലാക്കണം. അവർ മിനിറ്റിലാണ് തന്നിരിക്കുന്നെങ്കിൽ ടൈമിൽ അവറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, പവറും ടൈമും കൂടെ. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ ഇതോടുകൂടെ കഴിയുകയാണ്. നമ്മൾ പഠിച്ചത് വർക്ക്, എനർജി, എനർജിയുടെ തന്നെ രണ്ടെണ്ണം, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് ഫൈനലി വാട്ട് ഈസ് പവർ. സോ ചാപ്റ്റർ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിൻ്റെ എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.